ഒന്ന് രണ്ട് സ്റ്റോക്ക് എഡ്യൂക്കേഷൻ പർപ്പസിൽ നോക്കുകയാണ്. എങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് വരാൻ സാധ്യതയുള്ളത് എന്ന് നമ്മൾ നോക്കുക. മേജർ സ്റ്റോക്സ് ബാങ്കിങ് സ്റ്റോക്സ് ആയിട്ടുള്ള SBI, HDFC ആണ് നോക്കുന്നത്. അതിൽ ആദ്യത്തത് SBI ആണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ചാർട്ട്. ഇപ്പോൾ കറൻ്റ്ലി ഇത് ട്രേഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 1045 ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ചാർട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോങ് ടൈം ഒരു പാറ്റേൺ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് 2020 തൊട്ട് ഇത് ഈ ഒരു ചാർട്ട് ഒരു ലൈൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. ലൈനല്ല, ഒരു റേഞ്ച് ഫോളോ ചെയ്യുന്നുണ്ട്. ആ റേഞ്ച് എന്താണെന്ന് വെച്ചാൽ ലൈൻ ചെറുതാക്കി നോക്കാൻ നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ, ഈ ഒരു ലൈന്, ഈ രണ്ട് ലൈനുകൾ, ഈ രണ്ട് പ്രൈസ് വാല്യൂവിനിടയിൽ, അതായത് ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ഫോളോ ചെയ്തിട്ടുള്ളത് ഒരു ചാനൽ ഫോം ചെയ്താണ് ഇങ്ങനെ പോകുന്നത്. ഈ ചാനലിന് ഇടയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം നോക്കുക, ഈ ഒരു ചാനലിനോട് വന്നു, ഇവിടുന്ന് ബൈയിങ് ചെയ്ത് മുകളിലേക്ക് ഈ ലൈനിൽ വരുന്നു. ഈ ഒരു ലൈൻ വരുന്ന സമയത്ത് ഇവിടെ ഹ്യൂജ് ഒരു സെല്ലിംഗ് പ്രഷർ കിട്ടുകയാണ്. ഈ ഒരു ഹ്യൂജ് സെല്ലിംഗ് പ്രഷർ കാരണം വീണ്ടും അത് താഴേക്ക് വിടുന്നുണ്ട്. സെല്ലിംഗ് പ്രഷർ അല്ല എന്നുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈ, ആ ഒരു ഹൈ ആണ്. അതാണ് അതിൻ്റെ റീസൺ. അതാണ് ഒരു ഹൈ അടിച്ചിട്ട് തിരിച്ച് താഴേക്ക് വരുന്നുണ്ട്. അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് താഴേക്ക് വരുന്നുണ്ട്. വീണ്ടും ഇവിടെ നിന്ന് ഈ ഒരു റേഞ്ച് വരുമ്പോഴത്തേക്കും ആൾക്കാർ വീണ്ടും ബൈ ചെയ്ത് വീണ്ടും ഈ റേഞ്ച് കൊണ്ടുവരുന്നു. ഈ റേഞ്ച് വരുമ്പോൾ ഓൾ ടൈം ഹൈ അടിച്ചിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങി ഇങ്ങനെ ഒരു റേഞ്ച് ബൗണ്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇനി ഇത് പോകാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ വരുമ്പോൾ എന്തായാലും റിജക്ഷൻ വരും. ഈ റിജക്ഷൻ വന്നിട്ട് റീടെസ്റ്റ് ചെയ്യും. ഈ ലൈനോളം വന്നിട്ട് റീടെസ്റ്റ് ചെയ്യും. ഈ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് വീണ്ടും കയറി ഇതിന് മേലോട്ട് പോകും. അപ്പോൾ അങ്ങനെ ഒരു പാറ്റേൺ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇതിന് ട്രേഡിങ്ങിലെ സക്സസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മൾ പാറ്റേണിൽ എല്ലാവരും കാണുന്നതല്ലാത്ത എന്തെങ്കിലും കാണുന്നതാണ് ഒരാളുടെ ട്രേഡിങ്ങിലെ സക്സസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ ഒരു പാറ്റേൺ ഇങ്ങനെ ഫോം ചെയ്തായിട്ട് കാണാൻ പറ്റും. ഉണ്ടോ? ഇവിടെ ഒരു വന്നു, അത് ഈ തിരിച്ച് വീണ്ടും ഇവിടെ വന്നിട്ട് അത് റീടെസ്റ്റ് അടിച്ച്, അത് ഈ ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ആണ്. ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയും. അത് ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ അത് ഒന്നുകൂടെ വരച്ച് കാണിക്കാം. ഇതൊരു പ്രോബബിലിറ്റി ആണ്. അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ലെവൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സെല്ലിംഗ് പ്രഷർ വന്നു, ഇവിടുന്ന് വീണ്ടും ഈ ഒരു റേഞ്ചായിട്ട് എടുത്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ വരെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു ഏരിയ വരെ വന്ന് വീണ്ടും നേരെ തിരിച്ച് ഇവിടെ വന്ന് ജസ്റ്റ് ഒരു കൺസോൾട്ടേഷനോട് കൂടി നേരെ ബ്രേക്ക് ഔട്ട് ചെയ്ത് ഈ ഒരു ലെവലിലോട്ട് പോകും. അതായത് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പാറ്റേൺ ആണ്. പാറ്റേൺ ഫോളോ ചെയ്യുന്നവർക്ക്, പാറ്റേൺ ഒക്കെ അറിയാവുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാതെ ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഒരു പാറ്റേൺ ആയിട്ട് ഏകദേശം ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ വരെ വന്നു, തിരിച്ചു വന്നു, അതിന് താഴേക്ക് വന്നു, ഓക്കെ. എന്നിട്ട് ഏകദേശം ഈ റേഞ്ചിൽ വീണ്ടും വന്നു, ഇവിടെ വരെ വന്നിട്ട് ഇവിടെ വരെ വരും. വന്നതിന് ശേഷം ഞാൻ പറഞ്ഞാൽ തിരിച്ച് താഴേക്ക് ഇറങ്ങും. താഴേക്ക് ഇറങ്ങിയതിന് ശേഷം തിരിച്ച് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകും. അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ അല്ലെങ്കിൽ ഈ ഒരു ചാനലിനകത്ത് നിന്നുള്ളൊരു മൂവ്മെൻ്റ് ആണ്. ഈ രണ്ട് ലൈനുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സോണിൽ എവിടെയെങ്കിലും ആയിരിക്കും ഇത് സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്ത് പോകുക. ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിലായിരിക്കും അത് സോണായിട്ടാണ്, ലൈനായിട്ട് അവിടെ നമുക്ക് ആക്ട് ചെയ്യത്തില്ല. അപ്പോൾ ഒരു സോണായിട്ടായിരിക്കും നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് ഈ രണ്ട് ലൈനുകൾ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഈ രണ്ട് ഗ്രീൻ ലൈനുകൾ അതൊക്കെ അത് എപ്പോഴൊക്കെ ബ്രേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ മുകളിലോട്ട് പോയിട്ടുണ്ട്. ഉണ്ടോ? ഇത് ബ്രേക്ക് ചെയ്തു സപ്പോർട്ട് ചെയ്ത് മുകളിലോട്ട് പോയി. അതുകൊണ്ട് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് താഴോട്ട് പോയി. ദെൻ ഇവിടെ നിന്ന് അത് നല്ല രീതിയിൽ റീടെസ്റ്റ് ചെയ്ത് മേലോട്ട് കയറിപ്പോയി. അപ്പോൾ
അപ്പോൾ ഇത് ഈ ഒരു ലൈൻ, അതായത് എസ് ബി ഐയുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്ത്, ഈ ഒരു ചാനൽ, ഈ ഒരു എന്താണ് പ്രൈസിന്റെ ചാനൽ ഫോളോ ചെയ്തിട്ടാണ് ഇങ്ങനെ പോകുന്നത്. താഴെ നീ പോകുന്നത് 2021 തൊട്ട് ഇതിങ്ങനെ ഫോളോ ചെയ്ത് വരികയാണ്. ഇതൊരു ബ്രേക്ക്ഔട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അപ്സൈഡ് ഫർദർ പോകും. അതായത് ഓൾറെഡി ഒരു ബ്രേക്ക്ഔട്ട് കിട്ടി, അത് വീണ്ടും അത് റീടെസ്റ്റ് ചെയ്തു, താഴേക്ക് വന്നു, ഇവിടുന്ന് വീണ്ടും ഒരു എന്താ പറയുന്ന ഇവിടെ കുറേ ഓർഡേഴ്സ് കാണും. ഈ ഓർഡേഴ്സ് എല്ലാം എടുത്തുകൊണ്ടാണ് തിരിച്ച് വിടുന്നത്, തിരിച്ച് മേലോട്ട് കയറുന്നത്. അപ്പോൾ അങ്ങനെ കയറുന്ന സമയത്ത് ഇനി അത് അപ്സൈഡ് മൂവ്മെന്റ് കിട്ടും. അതായത് നമ്മൾ നിഫ്റ്റിയുടെ മൂവ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്സൈഡ് മൂവ്മെന്റ് കിട്ടും. അത് ഓൾമോസ്റ്റ് നല്ലൊരു ലെവലിൽ നിൽക്കുകയാണ്, ഹൈയിൽ നിൽക്കുകയാണ്. പക്ഷേ ഒരു നിഫ്റ്റിയുടെ മൂവ്മെന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഈ പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ മേലോട്ട് പോകും. അത് നിഫ്റ്റി മൂവ്മെന്റ് ഡൗൺ സൈഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ ഈ ഒരു സോണിലോട്ട് ഇറങ്ങി വരും. ഈ ഒരു സോൺ അതിന് തൊട്ട് താഴോട്ടൊക്കെ വരും. പക്ഷേ ഇതൊരു നല്ല ഒരു സപ്പോർട്ട് സോണാണിത്. അപ്പോൾ അതുകൊണ്ട് ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് താഴോട്ട് പോകില്ല. നമുക്ക് അറിയാം, എവിടെ നോക്കുമ്പോൾ അറിയാം. ഇത് എപ്പോഴൊക്കെ ബ്രേക്ക് ചെയ്ത് കുറച്ചെങ്കിലും താഴോട്ട് പോയിട്ടുണ്ടോ ബൈങ് പ്രഷർ വന്നിട്ടുണ്ട്. ഇത് കുറച്ച് പൊട്ടി താഴോട്ട് എപ്പോഴും പോയിട്ടുണ്ടോ നമുക്കറിയാൻ പറ്റും. നോക്ക്, നമുക്ക് ക്ലോസ്ലി ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. നോക്ക്, ഇത് എപ്പോഴൊക്കെ പൊട്ടി താഴോട്ട് വരുന്നുണ്ട് ഇവിടെ നല്ലൊരു ബൈങ് പ്രഷർ വന്നിട്ടുണ്ട്. ഈ ബൈങ് പ്രഷർ നല്ല ബൈങ് പ്രഷറാണ്. ഈ ബൈങ് പ്രഷർ തിരിച്ചതിന് മേളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിയോ, ഇവിടെ പൊട്ടി താഴോട്ട് വന്നു, നല്ല ബൈങ് പ്രഷറാണ്. ഇവിടുന്ന് ബൈങ് പ്രഷറും ഇവിടുന്ന് സെല്ലിംഗ് പ്രഷറും ഈ ഒരു ചാനൽ അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത നമ്മൾ നോക്കുന്നത് HDFC ആണ്. HDFC ബാങ്ക്. അപ്പോൾ ഇതിൻ്റെ HDFCയുടെ കാര്യം പറയുകയാണെങ്കിൽ HDFC ഇപ്പോൾ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് സോണിലാണ്. HDFCയുടെ ഒരു നല്ല സപ്പോർട്ട് സോണാണ്. അവിടുന്ന് ഒരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. സപ്പോർട്ട് സോണിൽ നല്ല റിജക്ഷൻ എടുത്ത് നിൽക്കുകയാണ്. ഇനി ഇവിടുന്നത് അപ്സൈഡ് പോകാനാണ് കൂടുതൽ ചാൻസ്. എന്നുവെച്ചാൽ ഓൾമോസ്റ്റ് നല്ലൊരു കറക്ഷൻ വന്നു. നമുക്ക് ലോങ് ടൈം നോക്കുമ്പോൾ അറിയാൻ പറ്റും, നല്ലൊരു കറക്ഷൻ വന്നു. മാത്രമല്ല ഇവിടെ നിന്നൊരു റീടെസ്റ്റിംഗ് കഴിഞ്ഞു. ഫസ്റ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് വന്ന് നോക്കി, നടന്നില്ല. കൺസോളിഡേറ്റ് ജസ്റ്റ് ചെയ്ത് താഴേക്ക് വന്നു, ഇവിടെ വന്ന് വീണ്ടും സപ്പോർട്ട് എടുത്തു, എഗൈൻ സെക്കൻഡ് സപ്പോർട്ട് എടുത്തു, തേർഡ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകും. ഈ ഒരു ലെവൽ വന്നിട്ട് ഈ ഒരു ലെവലിൽ വരുമ്പോൾ ഒരു റിജക്ഷൻ എടുക്കാൻ സാധ്യതയുണ്ട്. റിജക്ഷൻ എടുത്തു കഴിഞ്ഞാലും ഈ പറഞ്ഞ രീതിയിൽ സപ്പോർട്ട് ഇത് മേലോട്ട് കയറി പോകും. ഒരു ക്വിക്കായിട്ടൊരു പോക്കല്ല, പക്ഷെ ഇത് ഗ്രാജുവലി ഇത് മുകളിലോട്ട് തന്നെ പോകും. ലോങ് ടൈം നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റുമത്. നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ്. അതായത് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻഗൾഫ് ചെയ്തുകൊണ്ടുള്ളൊരു ബുള്ളിഷ് ആയിട്ടുള്ള ബുള്ളിഷ് എൻഗൾഫിങ് തന്നെ നല്ല സൂപ്പർ ഒരു ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ ഫോം ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് റിജക്ഷൻ ക്യാൻഡിലാണ് വന്ന് നിൽക്കുന്നത്, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ. അപ്പോൾ ഫർദർ എന്തായാലും ഈ ഒരു ലെവല് വാച്ച് ചെയ്യുക. ഈ ലെവലിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്സൈഡ് പോകും. ഈ പറഞ്ഞിരിക്കുന്ന 842 ആ ഒരു റേഞ്ച്, 842-50 ആ റേഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ബുള്ളിഷ് മൊമെന്റം കിട്ടും. ഇത് ഡിപ്പെൻഡ് ആണ്, അതായത് നിഫ്റ്റിയുടെ മൂവ്മെന്റുമായിട്ട് കണക്റ്റഡ് ആണത്. മൂവ്മെന്റ് നിഫ്റ്റി മൂവ് ചെയ്യാൻ തീർച്ചയായിട്ടും ഇത് നല്ലൊരു മൂവ്മെന്റ് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മൂവ്മെന്റ് വളരെ എന്താണ് പറയുന്നത്, ഭയങ്കര ഫ്ലക്ച്വേറ്റഡ് ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ വോളറ്റൈൽ ആയിരിക്കും. മൊമെന്റം കിട്ടത്തില്ല. ഗ്രാജുവലി കയറും. അതായത് മൊമെന്റം എന്ന് പറഞ്ഞാൽ വലിയ ക്യാൻഡിൽ, ബിഗ് ക്യാൻഡിൽ. ഇതൊരു മൊമെന്റം ക്യാൻഡിലാണ്. ഇതൊരു മൊമെന്റം ക്യാൻഡിലാണ്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് മൊമെന്റം ക്യാൻഡിൽ അല്ല. മൊമെന്റം ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും മൊമെന്റം കിട്ടുന്നുണ്ട്. ഈ ഒരു വിക്ക് ഉണ്ടോ, ഈ വിക്ക് ലെങ്ത് ആകാൻ പാടില്ല. വിക്ക് കൂടുന്നതനുസരിച്ച് മീൻസ് അവിടെ ഒരു ഇൻഡിസിഷൻ ഉണ്ടെന്നാണ്, വോളറ്റൈലിറ്റി ഉണ്ടെന്നാണ്. ഈ വോളറ്റൈലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സിനും സെല്ലേഴ്സിനും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ. മേ ബി ചിലർ എടുത്തവർ ക്വിറ്റ് ചെയ്യുന്നു, അതാണ്. പക്ഷേ ഈ ഒരു ലൈനിൽ നമുക്ക് നോക്കി അറിയാം, ഇവിടെ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് ഇവിടെ കൃത്യമായിട്ട് ആൾക്കാർക്ക് അറിയാം ബൈ ചെയ്യാനുള്ള പോയിന്റ് ആണ്. ബൈയും കഴിഞ്ഞു, നെക്സ്റ്റ് ലെവലിലേക്ക് വന്നു. അപ്പോൾ ഒരു വോളറ്റൈലിറ്റി. പക്ഷേ മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ, അതായത് അത്യാവശ്യം നല്ല രീതിയിൽ പോസിറ്റീവ് രീതിയിലാണ് നിഫ്റ്റി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലെവലിൽ കയറി ഗ്രാജുവലി എന്തായാലും ഇവിടെ വരും. ഒരു സംശയം വേണ്ട, ഈ ലെവലിൽ നിന്ന് മുകളിലോട്ട് പോകും.
അത് ഈ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഈ ലെവൽ കവർ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് പോകും.